മുൻ കേരള മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബിന്റെയും ആമിന എന്നിവരുടെയും ഏകമകനായി 1962 മെയ് 15 ജനിച്ച ഡോക്ടർ എം.കെ. മുനീറിന് ഇപ്പോൾ 63 വയസ്സാണ് പ്രായം. പ്രകാശിക്കുന്നവൻ അഥവാ വെളിച്ചം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന മുനീർ എന്ന പേര് സി.എച്ച്. തന്റെ മകന് വളരെ ദീർഘവീക്ഷണത്തോടെയാണ് നൽകിയത്. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഒരു വെള്ളി നക്ഷത്രമായി ജ്വലിച്ചു നിൽക്കുകയും പൊതുനന്മക്കായി വിശിഷ്യ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഒരു മെഴുകുതിരിയെപ്പോലെ ഉരുകിത്തീരുകയും ചെയ്ത മഹാനുഭാവനായ സി.എച്ച്. 1983 സെപ്റ്റംബർ 28 അദ്ദേഹത്തിന്റെ 56-ാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ വെച്ചാണ് അന്തരിച്ചത്. വിയോഗവേളയിൽ സി.എച്ചിന് ബാക്കിയുണ്ടായിരുന്നത് ചില സാമ്പത്തിക ബാധ്യതകൾ അല്ലാതെ തന്റെ കുടുംബത്തിനായുള്ള മതിയായ അനന്തര സ്വത്തുക്കളായിരുന്നില്ല. സി.എച്ച്. തന്റെ മകൻ മുനീറിനെ ഒരു രാഷ്ട്രീയക്കാരനാക്കാനല്ല ഉദ്ദേശിച്ചിരുന്നത്, ഡോക്ടറാക്കി സമൂഹത്തിന്റെ സേവകനാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മകനെ MBBS പഠിക്കാൻ അയച്ചത്. അല്ലെങ്കിൽ LLB പഠിപ്പിക്കുമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇന്റർ മെഡിക്കോസ് മത്സരങ്ങളിൽ മികച്ച ഗായകൻ, നടൻ, കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു. സി.എച്ചിന്റെ മകൻ എന്ന നിലയിൽ സ്വാഭാവികമായും മുനീർ MSF പ്രവർത്തകനായി മാറുകയായിരുന്നു. MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ വരെ എത്തിയ അദ്ദേഹം MBBS അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെ 1987 തന്റെ 25-ാം വയസ്സിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി മത്സരിക്കേണ്ടി വരികയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1990 മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേൽക്കേണ്ടി വന്നതും നിർബന്ധിത സാഹചര്യത്തിലായിരുന്നു, സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ല. 1990 ആദ്യ ടേമിൽ അദ്ദേഹം പ്രസിഡന്റായപ്പോൾ C. മമ്മൂട്ടിയായിരുന്നു സംസ്ഥാന യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി. 1995 വീണ്ടും പ്രസിഡന്റായി ചുമതലയേറ്റ രണ്ടാം ടേമിൽ ഡോക്ടർ KT ജലീൽ ആയിരുന്നു യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. 2000 സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ സ്ഥാനത്തേക്ക് വരുന്നതുവരെ അദ്ദേഹം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സജീവമായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രചരണ പരിപാടികളിൽ ഒന്നായ യുവജന യാത്ര ഡോക്ടർ M.K. മുനീർ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന 1993 നടന്നത്. 1992 ബാബരി മസ്ജിദ് തകർച്ചയെ തുടർന്ന് രാജ്യത്തുണ്ടായ വർഗീയ സംഘർഷങ്ങളുടെയും അശാന്തിയുടെയും പശ്ചാത്തലത്തിലാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുകയായിരുന്നു യുവജനയാത്രയുടെ പ്രധാന ലക്ഷ്യം. മതസൗഹാർദ്ദത്തിന് യുവശക്തി എന്നതായിരുന്നു യാത്രയുടെ പ്രധാന പ്രമേയം. ഡോക്ടർ M.K. മുനീർ ആയിരുന്നു യാത്രയുടെ ക്യാപ്റ്റൻ. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്താണ് യാത്ര സമാപിച്ചത്. കേരളത്തിലുടനീളം വലിയ ജനപങ്കാളിത്തം ലഭിച്ച ഈ യാത്രയാണ് ഡോക്ടർ M.K. മുനീർ എന്ന യുവ നേതാവിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചത്. അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമാധാനവും മൈത്രിയും പ്രചരിപ്പിക്കുന്നതിൽ ഈ യാത്ര വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഡോക്ടർ M.K. മുനീറിന്റെ ഉയർച്ച അദ്ദേഹം അർഹിക്കുന്നതിനനുസൃതമായിരുന്നു. 1991 കോഴിക്കോട് 2-ാം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1996 വീണ്ടും കോഴിക്കോട് 2-ാം മണ്ഡലത്തിൽ നിന്ന് തന്നെ വിജയിച്ചു. 2001 ഇതേ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ 3-ാം തവണയും MLA ആയി. 2011 കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2016 കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും നിയമസഭയിലെത്തി. 2021 നിലവിൽ കൊടുവള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം MLA ആയിരിക്കുന്നത്. 2001-2006 കാലഘട്ടത്തിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സാമൂഹിക നീതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായി. നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് പുറമെ കല, സാഹിത്യം, മാധ്യമം എന്നീ മേഖലകളിലും അദ്ദേഹം സജീവമായി. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. മാറ്റിവെച്ച കത്തുകൾ, അപൂർണ വിരാമങ്ങൾ എന്നിവ ശ്രദ്ധേയമായ കൃതികളാണ്. മികച്ച ഒരു ചിത്രകാരനും ഗായകനുമാണ് അദ്ദേഹം. പല വേദികളിലും തന്റെ കലാപരമായ കഴിവുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ വിഷൻ ചാനലിന്റെ ചെയർമാനായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. 1990കളുടെ അവസാനത്തിൽ ഒലീവ് പബ്ലിക്കേഷൻസ് എന്ന പേരിൽ കോഴിക്കോട് ആസ്ഥാനമായി ഒരു പുസ്തക പ്രസിദ്ധീകരണശാലയും ഡോക്ടർ മുനീർ സാഹിബ് ആരംഭിച്ചു. മുനീർ സാഹിബ് ഒരു പുരുഷായുസ് കൊണ്ട് സമൂഹത്തിന് വേണ്ടി ചെയ്ത ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന് ജനമനസ്സുകളിൽ നേടിക്കൊടുത്ത സ്ഥാനം എത്ര വലുതാണോ അത്രയും ഉന്നതിക്ക് അദ്ദേഹം 100% അർഹനാണ് എന്ന് അദ്ദേഹവുമായി അടുത്തിടപഴകിയ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ള ചിലർക്കെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് അല്പമെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം.
അത്തരത്തിലുള്ള സകല തെറ്റിദ്ധാരണകളും പരിപൂർണമായും നിഷ്കാസനം ചെയ്യുന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളക്കരയെ തേടിയെത്തിയത്. അരക്കോടിയുടെ സാമ്പത്തിക ബാധ്യതയാൽ അദ്ദേഹത്തിന്റെ വീട് ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന സങ്കടകരമായ വാർത്ത. ഇത് മുനീർ സാഹിബിന്റെ പൊതുജീവിതത്തിന്റെ ബാക്കി പത്രമാണ്. ഇത്തരത്തിലുള്ള ഒരു നിഷ്കളങ്ക വ്യക്തിത്വത്തിന്റെ സ്വാഭാവികമായ പര്യവസാനമാണിത്. പിതാവ് CHന്റെ അതേ പാരമ്പര്യം. മുനീർ സാഹിബ് ഒരളവോളം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ബാധ്യതകളിൽ അകപ്പെട്ടതാണെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാം. ഇതിന്റെ മകുടോദാഹരണമാണ് ഇന്ത്യ വിഷനുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ. അടിസ്ഥാനപരമായി അതൊരു കമ്പനിയാണെങ്കിലും മുനീർ സാഹിബിനെ പോലുള്ള ഒരാൾക്ക് അത് വലിയൊരു മനപ്രയാസം തന്നെയാണ്. മുനീർ സാഹിബിന്റെ ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റൽ. നടക്കാവിലെ തന്റെ തറവാട് വീടിന്റെ പരിസരത്ത് പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിനടുത്ത് CH ഹോസ്പിറ്റൽ എന്ന പേരിൽ അത് ആരംഭിച്ചു. അന്നും കിട്ടാവുന്ന ലോണുകൾ ഒക്കെ എടുത്തായിരുന്നു ആ സംരംഭം തുടങ്ങിയത്. പക്ഷെ അതിന് അധികകാലം ആയുസ് ഉണ്ടായില്ല. ഇപ്പോൾ വളാഞ്ചേരിയിലെ വാടക കെട്ടിടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഹോസ്പിറ്റലും ലാഭകരമായിരിക്കാൻ സാധ്യതയില്ല. അതുപോലെ ഒലീവ് പബ്ലിക്കേഷൻ കമ്പനിയും മുനീർ സാഹിബിന് വരുമാനദായകമാവാൻ ഇടയില്ല. തന്ത്രകുതന്ത്രങ്ങൾ നിറഞ്ഞ അതിസമർത്ഥർക്ക് വരെ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടേണ്ടുന്ന ഇത്തരം മേഖലകളിൽ മുനീർ സാഹിബിനെ പോലുള്ള ഒരു സഹൃദയന് നഷ്ടമല്ലാതെ ഒന്നും ശിഷ്ടമാവില്ല എന്നതാണ് വസ്തുത. വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും അസൽ പതിപ്പായ മുനീർ സാഹിബ് എന്ന മഹാമനുഷ്യനെ അടുത്തറിയാൻ ഇതുവരെ ഭാഗ്യം സിദ്ധിക്കാത്ത മുഴുവൻ കേരളീയർക്കും അതിനൊരു സുവർണാവസരമുണ്ടായി ഈ ജപ്തി വാർത്തയിലൂടെ എന്നതാണ് പരമാർത്ഥം. അദ്ദേഹത്തിന്റെ തുടുതുടുത്ത മുഖം മാത്രം വർണ്ണചിത്രങ്ങളിലൂടെ കണ്ട് പരിചയമുള്ളവർക്ക് പ്രമേഹത്തിന്റെയും ബാധ്യതകളുടെയും കരാള ഹസ്തങ്ങളിൽപ്പെട്ട് പ്രസരിപ്പ് മങ്ങിപ്പോയ മുനീർ സാഹിബിനെ നേരിൽ കാണുവാനും ഇതൊരു നിമിത്തമായി. വിഷഗ്വരനായിരുന്നിട്ടും സൗഹൃദങ്ങളുടെയും സ്നേഹവായ്പകളുടെയും അതിപ്രസരത്തിൽ വിശ്രമത്തിനും ഭക്ഷണക്രമത്തിനും അവധി കൊടുക്കുകയും അകാലത്തിൽ തന്നെ അനാരോഗ്യത്തിന്റെ പിടിയിൽ അകപ്പെടുകയും ചെയ്ത മുനീർ സാഹിബ് ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹം പഠിച്ച ചില സന്ദേശങ്ങളാണ്. അതിലൊന്ന്, ആരും ബാങ്ക് ലോൺ എടുക്കരുത് എന്നുള്ളതാണ്. 35 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് വീടാനായി അദ്ദേഹത്തിന്റെ ജാഫർ ഖാൻ കോളനിയിലുള്ള വീട് വിൽക്കുകയുണ്ടായി. എന്നിട്ടും 58 ലക്ഷം രൂപ ലോൺ വകയിൽ കുടിശ്ശികയാണ്. ആ വീട് വിറ്റ് നിലവിലുള്ള തറവാട് പുനരുദ്ധരിക്കാൻ തോന്നിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് സമാന സന്ദർഭങ്ങളിൽ അനുവാചകരെ ചിന്തിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ സന്ദേശം ബിസിനസ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളതാണ്. ഇന്ത്യ വിഷൻ, CH ഹോസ്പിറ്റൽ, ഒലീവ് പബ്ലിക്കേഷൻ എന്നീ സംരംഭങ്ങളുടെ എല്ലാം അടിസ്ഥാനം ബിസിനസ് തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യധാരാ സേവന വീതിയിൽ മാത്രം ഒതുങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് ബാധ്യതകളിൽ നിന്നും മാറി നിൽക്കാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരം. ഏതായിരുന്നാലും മുനീർ സാഹിബിൻ്റെ ഇംഗിതം പോലെ നിമിഷനേരം കൊണ്ട് മുനീർ സാഹിബിനെ ഈ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കേരളീയ സമൂഹം ഒന്നടങ്കം സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുസ്ലിം ലീഗ് പാർട്ടി തന്നെ 24 മണിക്കൂറിനകം ആ കടം നാമാവശേഷമാക്കിയതിലൂടെ മുസ്ലിം ലീഗ് വക്താക്കൾ പറയാറുള്ളത് പോലെ ഞങ്ങൾ പറയുന്ന നേരം കൊണ്ട് പ്രവർത്തിക്കാറാണ് പതിവ് എന്ന തത്വത്തെ അനർത്ഥമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ വിഷനുമായി ബന്ധപ്പെട്ട ബാധ്യതയെക്കുറിച്ച് ഇന്നലെ മീഡിയക്കാർ ചോദിച്ചപ്പോൾ മുനീർ സാഹിബ് കമ്പനിയുടെ ഉത്തരവാദിത്വത്തിലാണെങ്കിലും അതും വീടേണ്ടത് തന്നെയാണെന്ന് പറയുകയുണ്ടായി. ഈ വിഷയത്തിലും കൂടെ ഒന്ന് ഇടപെട്ട് മുനീർ സാഹിബിനെ അദ്ദേഹത്തിൻ്റെ മനക്ലേശത്തിൽ നിന്നും പരിപൂർണമായി മുക്തമാക്കാൻ സുമനസ്സുകൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വിവരണം ഇവിടെ ഉപസംഹരിച്ചു കൊള്ളുന്നു.